കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC സിലബസ് പ്രകാരം മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റ് 10 മാർക്കിനാണ്. ആൾറെഡി മിക്ക മൊഡ്യൂളുകളുടെയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസ്സിൽ മുൻപേ നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അതിനുശേഷമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന ക്ലാസ് ഉൾപ്പെടുത്തിയത്. ആദ്യമേയുള്ള ക്ലാസ്സുകൾക്ക് കണ്ട ശേഷം മാത്രമേ ഇത് കാണാവൂ. മിക്ക ടേംസും ആദ്യമേ ഡിസ്കസ് ചെയ്തതിനാൽ അത് ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ. പുതിയ കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയി തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ, അതായത് UGC നെറ്റ്, കേരള PSCയുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ സെറ്റ്, CA ഇന്റർ പരീക്ഷകളുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള അതാത് വിഷയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ദിവസം 3-ലധികം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിനാൽ കറക്റ്റ് സമയത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നത് പറയുന്ന മുമ്പ് ആ സ്ട്രക്ചർ ജസ്റ്റ് ഒന്നുകൂടി പറയുന്നുണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അതിൽ മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയർ അല്ലെങ്കിൽ ലോങ് ടേം ഇൻസ്ട്രുമെന്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യാം. 2 ഭാഗമുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിന്: പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റുമായി ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് ആണ്. IPO പോലുള്ള ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നടക്കുക. അതായത് ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഇൻസ്ട്രുമെന്റ് ബൈ സെൽ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഈ ഇരു മാർക്കറ്റുകൾ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ മൊത്തത്തിൽ ആണ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്നത്. Capital market is the segment of the financial system where long-term fund more than 1 year are raised and invested. It facilitates mobilization of saving from individual and institutions and channels them into a productive investment like companies, government projects, infrastructure. അതായത് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഭാഗമായിട്ട് ഫണ്ട് ഉള്ള ആളുകളുണ്ട്, ഫണ്ട് ഇല്ലാത്ത ആളുകളുണ്ട്. അതായത് ഫണ്ട് എക്സസ് ഉള്ളവരുണ്ടാവും, ഫണ്ട് ആവശ്യമുള്ളവരുണ്ടാവും. സേവിങ്ങിന്റെ ഭാഗമായിട്ട് ഫണ്ട് അത് എന്ത് ചെയ്യണം, മാർക്കറ്റിലേക്ക് സ്വരൂപിച്ചിട്ട് കൂട്ടിയിട്ട് വ്യത്യസ്ത രീതിയിൽ അത് ഇന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വഴി മാർക്കറ്റിലേക്ക് എത്തിയിട്ട് അത് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. അതായത് പ്രത്യേകിച്ചും കമ്പനികൾ, ഗവൺമെന്റ് പ്രൊജക്ടുകൾക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട്. അപ്പൊ അതിന് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും പറയുന്നു, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ സബ് ഡിവിഷൻ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആ പ്രൈമറി മാർക്കറ്റിൽ ന്യൂ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ IPO, FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫർ. അതായത് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനി വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഫോളോ ഓൺ FPO എന്ന് പറയല്. IPO എന്ന് പറയുമ്പോൾ ഫ്രഷ് ഇഷ്യൂ ആണ്. ആദ്യമായിട്ട് കമ്പനി ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് IPO എന്ന് പറയാം. സെക്കൻഡറി മാർക്കറ്റ് ആണ് രണ്ടാമത്തെ ഭാഗം. അതായത് വേർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്, ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ NSE, BSE ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇവയെ വേണമെങ്കിൽ എന്ത് പറയാം, സെക്കൻഡറി മാർക്കറ്റ് എന്നും പറയാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഓണർഷിപ്പ് ബേസ്ഡ്, ഡെപ്റ്റ് ബേസ്ഡ്, ഹൈബ്രിഡ് ആൻഡ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്. ഈ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് പറയുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് മുൻപേ ഉള്ള ക്ലാസ്സിൽ സൂചിപ്പിച്ചതിനാൽ ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഈ 4 കാറ്റഗറി ആയിട്ടാണ് പറയാം: ഓണർഷിപ്പ് ബേസ്ഡ്, ഡെപ്റ്റ് ബേസ്ഡ്, ഹൈബ്രിഡ് ആൻഡ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. അതിൽ ഫസ്റ്റത്തത് നോക്കാം. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. 1, ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നതാണ് ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്, 2 പേരിലും അത് അറിയപ്പെടുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു തരം ഇക്വിറ്റി ഷെയർസ് ആണ്. അതിനെ ഓർഡിനറി ഷെയർ, കോമൺ ഷെയർ എന്നൊക്കെ പറയാറുണ്ട്. ഇക്വിറ്റി ഷെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെപ്രസെന്റ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി.
അല്ലെ, ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ദേ റെപ്രസെന്റ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. ഹോൾഡേഴ്സ് ഗെറ്റ് വോട്ടിംഗ് റൈറ്റ് ആൻഡ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പ്രത്യേകത, ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും ഷുവർ അല്ല. കമ്പനി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കമ്പനി തീരുമാനിക്കുകയാണ് റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ പോകും. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല. അത് എന്തല്ല, ഫിക്സഡും അല്ല. അത് ഡിപ്പെൻസ്, പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യും, കമ്പനി തീരുമാനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. ഒരു നമ്പർ ഓഫ് ഷെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് വോട്ടുകൾ ഉണ്ടാവും. ഒരു ഇൻഡിവിജ്വലിന് ഒരു വോട്ട് എന്നല്ല, ഓരോ എത്ര ഷെയർ ആണോ അത്രയും വോട്ട് പവർ ആർക്കുണ്ടാവും, ഈ റിയൽ ഓണറായ ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഉണ്ടാവും. റിട്ടേൺസ് ഡിപ്പെൻഡ് ഓൺ കമ്പനി പെർഫോമൻസ്. കമ്പനി പ്രോഫിറ്റിലാണെങ്കിൽ പോലും ഡിവിഡൻഡ് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ കമ്പനി പ്രോഫിറ്റിലാണ്, അവർ പ്രോഫിറ്റ് ഡിവിഡൻഡ് കൊടുക്കാതെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതിനനുസരിച്ച് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂ ഇല്ലേ, സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസിലെ എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ചെയ്യും പോസിറ്റീവായിട്ട്. സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഷെയറുകൾ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ കാറ്റഗറിയിൽപ്പെട്ടാണ്, ഹൈ പൊട്ടൻഷ്യലാണ്. ബാക്കിയുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾക്ക് ലിമിറ്റ് ഇല്ലാത്ത വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതേപോലെ തിരിച്ചും അത് പരിധികളില്ലാതെ ഒരു പക്ഷേ എന്തെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസ് കാരണം ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഇൻസ്ട്രുമെന്റ് എന്ന് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റിനെ, ഓണർഷിപ്പ് ഇൻസ്ട്രുമെന്റിനെ ഓർഡിനറി ഷെയറുകളെ കോമൺ ഷെയറിന് പറയാൻ കാരണം. ഇനി ഓണർഷിപ്പ് ഷെയറിൽ രണ്ടാമത്തെ ടൈപ്പാണ് പ്രിഫറൻസ് ഷെയർ. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും മാറ്റമുണ്ട്. മാറ്റം എന്താണെന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയറിനെ ഹൈബ്രിഡ് ബിറ്റ്വീൻ ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയാറുണ്ട്. കാരണം ഡെപ്റ്റ് ഇക്വിറ്റിന്റെ മിക്സ് ആണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയാൻ കാരണം. ക്യാരി ഫിക്സഡ് ഡിവിഡൻഡ്. നേരത്തെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ഡിവിഡൻഡ് അല്ല എന്ന് പറഞ്ഞത്, ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കിട്ടാം, അതിൽ ഷുവർ ഇല്ല. പക്ഷെ ഇവിടെ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അത് ഇൻട്രസ്റ്റ് റേറ്റിനെ പോലെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും. മാത്രമല്ല പ്രിഫറൻഷ്യൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആയതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ഉണ്ടാവും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിലും. ഇനി അതല്ല, കമ്പനി അടച്ചു പൂട്ടി പോകുന്ന സമയത്ത് ക്യാപിറ്റൽ കിട്ടുന്നതിനും, ക്യാപിറ്റൽ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിനും ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രയോറിറ്റി ഉണ്ടാവും, പ്രിഫറൻസ് ഉണ്ടാവും, പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ടാവും. മാത്രമല്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നോ വോട്ടിംഗ് റേറ്റ്. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിൽ ഉണ്ടാവാറുണ്ട്, എക്സെപ്ഷൻ കേസ് ഓക്കെ. നോർമലി ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർ പല വിധമുണ്ട്, ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ലോസ് ആണ്, തൊട്ടടുത്ത പ്രോഫിറ്റ് ആണ് എങ്കിൽ ആ ലോസ് ഉള്ള വർഷം ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവില്ല, അതും കൂടെ അടക്കമാണ് അടുത്ത പ്രോഫിറ്റ് ഉള്ള വർഷത്തിൽ കൊടുക്കുക, ക്യുമുലേറ്റ് ചെയ്യപ്പെടും. നോൺ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ക്യുമുലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത്തരം പ്രിഫറൻസ് ഷെയർ കമ്പനി എന്ത് ചെയ്യും, റെഡീം ചെയ്യും, തിരിച്ച് റീപർച്ചേസ് ചെയ്യും. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കമ്പനികൾക്ക് ഷെയറുകൾക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആൾറെഡി ഉണ്ടാവും. അതിന് പുറമെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ്, ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് പുറമെ ഉണ്ടാവും. അതിനാണ് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞത്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഓണർഷിപ്പിൽ രണ്ട് ടൈപ്പ് അത് പറഞ്ഞത്, ഒന്ന് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ അല്ലെങ്കിൽ കോമൺ ഷെയർ. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ഡിവിഡൻഡ് കിട്ടാൻ അർഹത ഉണ്ട്, കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പില്ല, അർഹത ഉണ്ട്. റിട്ടേൺ കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഇക്വിറ്റി ഷെയറിന്റെ പൊട്ടൻഷ്യൽ. കമ്പനിക്ക് നല്ല ഗ്രോത്ത് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വാല്യൂ കൂടും, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടും. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് കിട്ടും. കമ്പാരിറ്റീവ്ലി ഹൈ റിസ്ക് ആണ്, ഹൈ റിട്ടേണുമാണ്. പ്രിഫറൻസ് ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അത് ഹൈബ്രിഡ് ആണ്, ഡെപ്റ്റ് ഇക്വിറ്റി ഹൈബ്രിഡ് ആണ്. അതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഫിക്സഡ് ഡിവിഡൻഡ് ഉണ്ട് എന്നതാണ്. അതിന് പ്രിഫറൻസ് ഷെയർ പേരുള്ള പോലെ തന്നെ പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ട്. എന്തിന്, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലിനും ഡിവിഡൻഡിനും. ഈ രണ്ട് കേസിൽ ഡിവിഡൻഡ് നോർമലി ഇയർലി കിട്ടാം, അല്ലെങ്കിൽ ഇന്റർ ഡിവിഡൻഡ് ഒക്കെ എപ്പോഴും അപ്പം കിട്ടാം. കമ്പനി അടച്ചു കൂടുന്ന സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നതിലും പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ട്.
പക്ഷെ അവർക്ക് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല. വ്യത്യസ്ത തരം പ്രിഫറൻസ് ഷെയറുകളാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഡെപ്റ്റ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ആണ്. ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഓണർഷിപ്പ് ഇക്വിറ്റിന്റെ ബേസ് കഴിഞ്ഞ ശേഷം രണ്ടാമത്തതാണ് ഡെപ്റ്റ് എന്ന ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്. ഡെപ്റ്റ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയാറുണ്ട്. കാരണം ഡെപ്റ്റുകൾക്ക് ഇക്വിറ്റി ഷെയറിനെ പോലെയല്ല, അവർക്കൊരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്തുണ്ടാകും, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകും. 6% ഡിബെഞ്ചർ, 7% എന്ന് പറഞ്ഞാൽ ആ വർഷാവർഷം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടും, ഈ പറഞ്ഞ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കിട്ടും. ആ കാറ്റഗറിക്ക് പറഞ്ഞ പേരാണ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയാം. രണ്ട് വിധം ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഉണ്ട് മെയിൻ ആയിട്ട്, ഡിബെഞ്ചർ അല്ലെങ്കിൽ ബോണ്ട്, പിന്നൊന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പിന്നെ കോർപ്പറേറ്റ് ബോണ്ട് എന്ന രീതിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാം. നോക്കാം ഓരോന്ന്. ഒന്ന് ഡിബെഞ്ചർ ആൻഡ് ബോണ്ട്. രണ്ടും രണ്ടാണെങ്കിലും ഡെപ്റ്റ് എന്ന കാറ്റഗറിയിൽ അവ വരും. അതായത് ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തേ വരുള്ളൂ, ലോങ് ടേം ഇൻസ്ട്രുമെന്റാ വരാം. ഇവിടെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആകുമ്പോൾ അത് ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആവും. ഇത്തരം ഇൻസ്ട്രുമെന്റുകൾ ഡിബെഞ്ചറും ബോണ്ടുകളും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അവ കോർപ്പറേറ്റുകളും ഗവൺമെന്റുമാണ് ഇഷ്യൂ ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിബെഞ്ചർ കോർപ്പറേറ്റുകളും ബോണ്ടുകൾ ഗവൺമെന്റുമാണ് ഇഷ്യൂ ചെയ്യുക. അതാണ് മെയിൻ ആയിട്ട് വ്യത്യാസം. എന്താണ് ഡിബെഞ്ചർ ബോണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ബോണ്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്, ഡിബെഞ്ചർ പ്രൈവറ്റ് കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ബോണ്ടുകൾക്ക് സെക്യൂർ ആയിരിക്കും, റിസ്ക് കുറവായിരിക്കും. കാരണം അവിടെ ബാക്കപ്പ് ഗവൺമെന്റ് ആണ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് എന്താണ്, ബോണ്ടുകൾക്ക് ഡിബെഞ്ചറുകൾക്ക് ഫിക്സഡ് ആണ്. നിശ്ചിത പെർസെൻറ്റേജ് വർഷാവർഷം കമ്പനിക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയാൻ കാരണം. സെക്യൂർഡ് ആവാം, അൺസെക്യൂർഡ് ആവാം. ഡിബെഞ്ചറുകൾ സെക്യൂർഡ് ആവാം, അൺസെക്യൂർഡ് ആവാം. എന്ന് പറഞ്ഞാൽ അതിന് ബാക്കപ്പ് ഉണ്ടോ ഇല്ലേ എന്നതിന് നിശ്ചയിക്കും. അസറ്റ് ബാക്കപ്പ് ഉണ്ടോ ഇല്ലേ, അതിനനുസരിച്ച് സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ പറയാൻ പറ്റും. ടൈപ്സ് ഡിബെഞ്ചറും കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്നും അല്ലെങ്കിൽ പിന്നെ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്നും രണ്ട് തരം ഡിബെഞ്ചറുകൾ പറയാറുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു നിശ്ചിത സമയം കാലം കഴിഞ്ഞാൽ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്നും. നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു കാലത്തും ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്വിറ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്യുവർ ഡെപ്റ്റ് എന്നും പറയുന്നു. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് മറ്റൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. അതിന് ഗിൽറ്റഡ് സെക്യൂരിറ്റീസ് എന്നും G-Secs എന്നും അതിന് പറയാറുണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് തീർച്ചയായിട്ടും ലോങ് ടേം ബോണ്ടാണ്, കാരണം ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്, അപ്പൊ ബോണ്ടാണ്. ഡെപ്റ്റ് ഒരു എന്താ പറയുക, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, അതുകൊണ്ട് ലോങ് ടേം ആണ്. G-Secs അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാറ്. അതിന് റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കാരണം അതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല, ഒരു കാരണം മാത്രം തന്നെയുള്ളൂ, അത് ബാക്ക്ഡ് ബൈ ഗവൺമെന്റ് ആണ്. അതിന് ബാക്കപ്പ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയതുകൊണ്ട് ആ സെക്യൂരിറ്റിക്ക് ട്രസ്റ്റബിൾ ആയിരിക്കും, അതിന് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവായിരിക്കും എന്നാണ് പറയാറ്. ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത തരം കോർപ്പറേറ്റ് ബോണ്ടുകളാണ്. കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അത് കോർപ്പറേറ്റ് ആണ് ഇഷ്യൂ ചെയ്യുക. ഇഷ്യൂഡ് ബൈ കമ്പനീസ് ടു റൈസ് ഫണ്ട് ഫ്രം പബ്ലിക് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് ഫണ്ട് ഷോർട്ട് വരുന്ന സമയത്ത് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ബോണ്ട് ഇറക്കുക അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇറക്കുക എന്നത്. റിസ്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇത്തരം ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റ് ആയതിനാൽ തന്നെ അതിന് റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ റിസ്ക് റേറ്റിംഗ് ഏജൻസികൾ റിസ്ക് റേറ്റ് ചെയ്യാറുണ്ട്. AAA അല്ലെങ്കിൽ AA എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത റിസ്ക് റേറ്റിംഗ് ഏജൻസികൾക്ക്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾക്ക് വ്യത്യസ്ത എന്തുണ്ട്, മെഷർ ഉണ്ട്. അത് വെച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് അസസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതാണ് കോർപ്പറേറ്റ് ബോണ്ടുകൾ. ഇനി മൂന്നാമത്തെ കാറ്റഗറി പറയുന്നതിന് മുമ്പ് നമുക്ക് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിൽ മെയിൻ ആയിട്ട് മൂന്നെണ്ണ പറഞ്ഞത്. ഡെപ്റ്റ് ഒന്ന്, ഡിബെഞ്ചർ അല്ലെങ്കിൽ ബോണ്ട്, രണ്ടും രണ്ടാണ്. പിന്നുള്ളത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ പൊതുവെ പറയുന്ന പേരാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗിൽറ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ജി സെക്സ്. അതിന് തന്നെ ബോണ്ടിനെയാണ് ശരിക്കും അത് ഉദ്ദേശിച്ചത്. കാരണം ഗവൺമെന്റ് ഇറക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് ബോണ്ട് എന്ന് പറയാം. അപ്പോഴേ അത് റിസ്ക് ഫ്രീ ആവുള്ളൂ, ബാക്ക്ഡ് ബൈ ഗവൺമെന്റ് ആവുള്ളൂ. പിന്നുള്ളത് കോർപ്പറേറ്റ് ഡിബെഞ്ചറുകളാണ്. കോർപ്പറേറ്റ് ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ്. അവർക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് അത്. കമ്പാരിറ്റീവ് റിസ്ക് അതിനുണ്ടാവാറുണ്ട്. ആ റിസ്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി അറിയാനും കാണാനും പറ്റും. കാരണം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ അത് റേറ്റ് ചെയ്യാറുണ്ട്. ആ റേറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്ര ഇൻവെസ്റ്റ്മെന്റുകൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ് ആണ് മൂന്നാമത്തെ കാറ്റഗറി. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെയാണ്. ഡെപ്റ്റ് ഇക്വിറ്റിന്റെ ക്യാരക്ടർ അതിനുണ്ടാകും. ഹൈബ്രിഡിൽ ഒന്നാമത് പറയുന്നത് കൺവേർട്ടബിൾ ഡിബെഞ്ചർ ആണ്. കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്, ലേറ്റർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്. നമ്മൾ വാങ്ങുന്ന സമയത്ത്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. പിന്നീട് അതിലൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും, ഇത്ര കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന എന്ന രീതിയിൽ. അത്തരം ഇൻസ്ട്രുമെന്റിനെയാണ് കൺവേർട്ടബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുക. പിന്നെ വേറൊന്നുള്ളത് വാറന്റ് ആണ്. വാറന്റ് വലിയൊരു ഏരിയയാണ്. വലിയ ഏരിയ എന്നല്ല, ഒരു സ്പെസിഫിക് ആയിട്ട് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഏരിയയാണ്. കാരണം വാറന്റ് എന്ന് മാത്രം ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറുണ്ട്. അതിനു മുമ്പ് എന്താണ് വാറന്റ് എന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. വാറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ദാറ്റ് ഗീവ്സ് ദി ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ. ഒരു ഓപ്ഷൻ നൽകും ഹോൾഡർക്ക്. എന്തിനുള്ള ഓപ്ഷൻ നൽകുന്നത്? ടു ബൈ കമ്പനി സ്റ്റോക്ക്. അത് നോർമലി ഇക്വിറ്റി ഷെയർ ആയിരിക്കും അറ്റ് എ ഫിക്സഡ് പ്രൈസ്, മുൻകൂട്ടി തീരുമാനിച്ച പ്രൈസിന്. ആ പ്രൈസിന് വേണമെങ്കിൽ എന്ത് പറയാം, എക്സൈസ് പ്രൈസ് എന്നോ സ്ട്രൈക്ക് പ്രൈസ് എന്നോ പറയാം. എക്സൈസ് ചെയ്യുമ്പോഴുള്ള പ്രൈസാണ് എക്സൈസ് പ്രൈസ്, സ്ട്രൈക്ക് ചെയ്യുമ്പോഴുള്ള പ്രൈസാണ് സ്ട്രൈക്ക് പ്രൈസ്, വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാണ്ട്, ഇപ്പോൾ ഒരു കമ്പനി നോർമലി ഇത്തരം വാറന്റുകൾ ഡിബെഞ്ചറിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. ഡിബെഞ്ചർ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വാറന്റ് ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനി വാറന്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറയാണ്, അവരെന്ത് ചെയ്യും, നിലവിൽ കമ്പനിയുടെ ഷെയറിന്റെ വില മാർക്കറ്റിൽ 100 രൂപയാണ്. അല്ലെങ്കിൽ ആ വാറന്റിൽ പറയാണ് കമ്പനിയുടെ ഇത്ര ഷെയറുകൾ ഇത്ര സമയത്തിനകം, ഇത്ര വർഷത്തിനകം, അല്ലെങ്കിൽ 5 വർഷത്തിനകം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. ഇത്ര ഷെയറുകൾ ഇന്ന സമയത്തിനകം വേണമെങ്കിൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ് ഇവിടെ. നോർമലി 5 വർഷം കഴിയുന്ന സമയത്ത് ആ സ്റ്റോക്കിന്റെ വില കൂടിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ആ 100 രൂപന്റെ സ്റ്റോക്ക് 5 വർഷം, നിലവിൽ 100 ആയിരുന്നു, 5 വർഷം കഴിയുമ്പോൾ 500 രൂപ ആയിട്ടുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് അത് ഓപ്റ്റ് ചെയ്യും, ആ റേറ്റ് ഓപ്റ്റ് ചെയ്യും. കാരണം എന്താണ്, 500 രൂപന്റെ ഷെയർ അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യും, 100 രൂപ കിട്ടും. തിരിച്ചായിരുന്നെങ്കിലോ ആ ഷെയറിന് ഇന്ന് മാർക്കറ്റിൽ 10-20 രൂപയുള്ളൂ. അപ്പൊ ആ ഓപ്ഷൻ ആരും എന്ത് ചെയ്യില്ല, അവർ സ്ട്രൈക്ക് ചെയ്യില്ല. കാരണം അവർക്ക് അത് അട്രാക്റ്റീവ് അല്ല. വളരെ കുറഞ്ഞ വിലക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഷെയർ വേണമെങ്കിൽ അത് നേരിട്ട് വാങ്ങിയാൽ മതി. ഈ പറഞ്ഞ റേറ്റ് വെച്ചിട്ട് കൂടുതൽ വില ഇട്ട് വാങ്ങേണ്ടതില്ല. അപ്പോൾ ഇതിനെയാണ് വാറന്റ് എന്ന് പറയാം. ഒന്നും കൂടി പറയുകയാണെങ്കിൽ വാറന്റ് എപ്പോഴും എന്താണ്, ഒരു ഓപ്ഷനാണ്. ഒരു റൈറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഓപ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് വാറന്റ് ഇഷ്യൂ ചെയ്യാം. അത് നോർമലി ഡിബെഞ്ചറിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യാറ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡിബെഞ്ചറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കൂടെ കൊടുക്കുന്നത്. ഇപ്പോൾ വാറന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ആണ്. ദാറ്റ് ഗീവ്സ് ദി ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്റ്റ് ഔട്ട് ചെയ്യാം. വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. എപ്പോഴാണ് ഓപ്റ്റ് ചെയ്യുക, അത് അട്രാക്റ്റീവ് ആകുമ്പോഴേ. അത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവർ ഓപ്റ്റ് ചെയ്യൂല. ടു ബൈ എ കമ്പനി സ്റ്റോക്ക്, അത് എന്താ പറയാ, ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രൈസ് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ വിലക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ കമ്പനി ഷെയർ വാങ്ങാം. അപ്പൊ തീരുമാനിച്ച വില 100 രൂപയാണെങ്കിൽ ഫ്യൂച്ചറിൽ കമ്പനി ഷെയർ 400 കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വാങ്ങും. കാരണം എന്താ, 400 രൂപന്റെ ഷെയർ 100 രൂപ കിട്ടും.
വാറണ്ടി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസ് കൂടാണ്. റിസ്ക് ഹെഡ്ജ് ചെയ്യാനുള്ള ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് കാറ്റഗറി കൂടിയാണ് എന്ത് വാറണ്ടുകൾ. പിന്നെ ഇവിടെ അണ്ടർലൈൻ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു അണ്ടർലൈൻ അസറ്റ് ഉണ്ടാവും, അത് ഷെയർ ആയിരിക്കും. അത് ഫിക്സഡ് പെർസെൻറ്റേജ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് ഇഷ്യൂ ചെയ്യാം. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ DM ചെയ്താൽ മതി. ഡയറക്റ്റ് ചോദിക്കുന്നവർക്ക് ആൻസർ പരമാവധി പറയാൻ ശ്രമിക്കാറുണ്ട്. എക്സാമ്പിൾ ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഒരു കമ്പനി അവർ വാറണ്ടി ഇഷ്യൂ ചെയ്യാണ്. ആ വാറണ്ടി പ്രകാരം കമ്പനീൻ്റെ ഒരു ഷെയറിന് 100 രൂപയാണ്. ഒരു ഷെയറിൻ്റെ വില മാർക്കറ്റിൽ എത്ര ആയിക്കോട്ടെ, ഒരു ഷെയറിൻ്റെ വില ഏത് സമയത്തും വരുന്ന 5 വർഷത്തിന് അകം ഒരു ഷെയറിന് 100 രൂപക്ക് വെച്ചിട്ട് വാങ്ങാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ആ വാറണ്ടി ഹോൾഡ് ചെയ്ത ആൾക്കുണ്ട്. 3 വർഷം കഴിഞ്ഞപ്പോൾ ആ ഷെയറിന് മാർക്കറ്റിൽ 150 രൂപയായി. അപ്പോൾ തീർച്ചയായിട്ടും 150 രൂപക്ക് മാർക്കറ്റിലെ ഷെയർ ഇൻവെസ്റ്റർക്ക് വേണമെങ്കിൽ, വാറണ്ടർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 100 രൂപക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഷെയറിന് 50 രൂപ വെച്ച് ലാഭം കിട്ടുകയും ചെയ്യും. ഇനി അതല്ല തിരിച്ചായിരുന്നെങ്കിലോ, അത് 80 രൂപയായിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷേ ഇയാൾക്ക് എത്രയൊക്കെ കിട്ടുള്ളൂ, 100 രൂപയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യില്ല, അത് എക്സൈസ് ചെയ്യില്ല, കാരണം അത് ലോസിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ വാറണ്ടി കേസിൽ പറയേണ്ടതുള്ളൂ. ഇനിയുള്ളത് പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ നമ്മൾ ആൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഹൈബ്രിഡ് ആണ്. അത് പാർട്ട്ലി ഇക്വിറ്റി പാർട്ട്ലി ഡെപ്റ്റും കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏതിൽ പറയേണ്ടതില്ല, ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റിൽ പറയേണ്ടതില്ല. ഇപ്പോൾ വാറണ്ടും കൺവേർട്ടബിൾ ഡിബെഞ്ചറും പ്രിഫറൻസ് ഷെയറും ഒക്കെ ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് 4ാമത്തെ കാറ്റഗറി നോക്കാം. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്. ഡെറിവേറ്റീവ്സ് നമുക്ക് വീണ്ടും വേറെ തന്നെ സൂചിപ്പിക്കാനുണ്ട്. നമുക്കൊരു ഇൻസ്ട്രുമെന്റ് നിലയ്ക്ക് ഒരു ഇൻട്രോ ഇവിടെ പറഞ്ഞു പോകാം. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അത് തികച്ചും എന്തിനുള്ളതാണ്, റിസ്ക് മാനേജ്മെന്റിനുള്ളതാണ്, അല്ലെങ്കിൽ സ്പെക്കുലേഷനുള്ളതാണ്. 2 വിധ ആളുകൾ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ആ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. ആ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പ്രൈസ്, വിലയിലെ മാറ്റം, അണ്ടർലൈങ് അസറ്റിന് മാർക്കറ്റിലെ പ്രൈസും തമ്മിൽ, കോൺട്രാക്ട് പ്രൈസിനും മാർക്കറ്റ് പ്രൈസും തമ്മിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റം ഉണ്ടാവാറുണ്ട്. ആ മാറ്റം എൻജോയ് ചെയ്യാൻ സ്പെക്കുലേറ്റേഴ്സ് വരും. അപ്പോൾ 2 രീതിയിൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാറുണ്ട്. സ്പെക്കുലേഷൻ പർപ്പസും പിന്നെ റിസ്ക് മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഡെറിവേറ്റീവ്സ് പല വിധമുണ്ട്. ഒന്ന് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആണ്, മറ്റൊന്ന് ഡെപ്റ്റ് ഡെറിവേറ്റീവ്സ്, വേറൊന്ന് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, മറ്റൊന്ന് കറൻസി ഡെറിവേറ്റീവ്സ്. ഓരോ അണ്ടർലൈങ് അസറ്റ് മാറും പേരിനനുസരിച്ച്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൽ എന്താ ഉണ്ടാവുക, ഇക്വിറ്റീസ് ആയിരിക്കും. അതിന്റെ മുകളിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഇവിടെ ഡീലിങ്സ് നടക്കുക. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും വ്യത്യാസമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. പിന്നെ ഓപ്ഷൻസിൽ ഓപ്ഷൻ ഉണ്ടാവുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ബട്ട് ഡോട്ട് ദി ഒബ്ലിഗേഷൻ എന്ന രീതിയിലേക്ക് ഓപ്ഷൻസ് പോവുക. ഫ്യൂച്ചേഴ്സിന് റൈറ്റ് ഉണ്ടാവില്ല. ആ കോൺട്രാക്ട് എന്ത് ചെയ്യേണ്ടി വരും, ബൈ ഓർ സെല് ചെയ്യേണ്ടി വരും. അവിടെ ചിലപ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരും അതിന്റെ ബേസിൽ. ഡെപ്റ്റ് ഡെറിവേറ്റീവ്സും അതേപോലെ അണ്ടർലൈങ് അസറ്റ് എന്താ വരിക, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, ബോണ്ട് ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പിന്നെ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഉണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ കമ്മോഡിറ്റീസ് ആയിരിക്കും അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരിക. കറൻസി ഡെറിവേറ്റീവ്സ് ഉണ്ട്. കറൻസി ഫോറക്സ് മാർക്കറ്റിൽ കറൻസികളായിരിക്കും അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരിക. പിന്നെ ഇനി അടുത്ത കാറ്റഗറി അതർ മോഡേൺ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇതിലൊന്നും പെടാത്ത കുറച്ച് മോഡേൺ ആയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കുറച്ച് ടീമുകളുണ്ട്, ഇൻസ്ട്രുമെന്റുകളുണ്ട്. അതൊന്ന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന ETF ആണ്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണ്. ചോദിക്കാറുണ്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ്. ETF എന്ന് പറഞ്ഞാൽ ആർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ദാറ്റ് പൂൾ മെനി ലൈക്ക് എ മ്യൂച്വൽ ഫണ്ട് ബട്ട് ആർ ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് ഇക്വിറ്റി ഷെയർ. ഒരു പൂൾഡ് ഫണ്ടാണ്, പൂൾ ഓഫ് ഫണ്ടാണ്. ഏതിനെ പോലെ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പല ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത വലിയൊരു ഫണ്ട്, അത് വ്യത്യസ്ത യൂണിറ്റ് ആക്കിയിട്ട് ആ ഫണ്ട് വീണ്ടും മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ആക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട് പറയാം. അപ്പൊ അതുപോലെ തന്നെ സംഭവം തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും, ഈ ഫണ്ടുകൾ, ഈ യൂണിറ്റുകൾ എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം, ബൈ സെൽ ചെയ്യാം. BSE NSE എക്സ്ചേഞ്ചിൽ ഇവ കൊണ്ടുവന്നിട്ട് ബൈ സെൽ ചെയ്യാം എന്ന ക്യാരക്ടർ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ ETF എന്ന് പറയുന്നത്. It is the investment fund that pool main money like a mutual fund
but are listed and traded on stock exchange like equity shares. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ കാൾഡ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ്. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ കാരണം? അതിന് രണ്ട് ഫീച്ചർ കമ്പൈൻ ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ ഫീച്ചേഴ്സ് അതിനുണ്ട്. മ്യൂച്വൽ ഫണ്ട് നല്ല ഡൈവേഴ്സിഫൈഡ് ആണ്. വ്യത്യസ്ത സെക്ടറിൽ വ്യത്യസ്ത കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. അതന്നെ വ്യത്യസ്ത ക്യാപ്പുകളിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മീഡിയം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്ത കാറ്റഗറിയിലൊക്കെ അത് എന്ത് ചെയ്യാറുണ്ട്, അവർ ഡൈവേഴ്സിഫൈ ചെയ്യാറുണ്ട്. പിന്നുള്ളത് സ്റ്റോക്സ് ആണ് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ആണ്. ലിക്വിഡിറ്റി ആൻഡ് ട്രേഡിങ് ഫ്ലെക്സിബിലിറ്റി എന്തിനുണ്ടാവും, സ്റ്റോക്കിനുണ്ടാവും. അപ്പോൾ ഈ രണ്ട് വിധം ഈ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടാണ് എന്ത് വരാറ്, ETF വരാറുള്ളത്. പിന്നെ ETF ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. അതെന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റഡ് ആണ്, ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയറിനെ പോലെ ട്രേഡ് ചെയ്യാൻ പറ്റും. It pools money from investors and invest in a basket of securities that ഇൻവെസ്റ്റ്മെന്റ് ബാസ്ക്കറ്റ് ബാക്കി ഞാൻ പിന്നീട് ആവശ്യത്തിൽ പറഞ്ഞുതരാം. നാച്ചർ പറഞ്ഞു കഴിഞ്ഞ് ഇനി ടൈപ്സ് ഇൻ ഇന്ത്യ. അതായത് ഇത്തരം ഫണ്ട് ETF വ്യത്യസ്ത ടൈപ്പ് ഉണ്ട്. ഇക്വിറ്റി ETF ഉണ്ട്, നിഫ്റ്റി സെൻസെക്സിലൊക്കെ എന്താണ് കണക്ട് ചെയ്യുന്ന ETF ആയ നിഫ്റ്റി ETF ഉണ്ട്, ഇക്വിറ്റി ETF ഉണ്ട്, ഡെപ്റ്റ് ETF ഉണ്ട്, ഗോൾഡ് ETF ഉണ്ട്. എന്താ ആദ്യം മൂന്ന് നോക്കാം. ഇക്വിറ്റി ETF എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ആയിരിക്കും. സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഷെയറിലായിരിക്കും ആ ETF ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഷെയറുകളുടെ ഒരു പൂളായിരിക്കും അത് ഉണ്ടാവുക. മാത്രമല്ല റിപ്ലിക്കേറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻഡെക്സ്. ഇപ്പൊ നിഫ്റ്റി 50 ETF ഉണ്ട്, സെൻസെക്സ് ETF ഉണ്ട്. നിഫ്റ്റി 50 ETF എന്ന് പറയുമ്പോൾ ഈ ഫണ്ട് നിഫ്റ്റി 50 കമ്പനികളിലാണ് ആ പ്രപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സെൻസസ് ETF എന്ന് പറയുമ്പോൾ സെൻസസിൽ 30 കമ്പനികളും നിഫ്റ്റിയിൽ 50 കമ്പനികളുമാണല്ലോ. ഇപ്പൊ സെൻസസിലെ 30 കമ്പനികളിൽ ആയിരിക്കും ആ ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, പൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഫണ്ടിന് എന്ത് പറയും, സെൻസസ് ETF എന്ന് പറയും. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഫണ്ട് നൽകി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. എവിടേക്കാണ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ നിഫ്റ്റി 50 ആ 50 കമ്പനികളിൽ ആ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് അത് എന്ത് ചെയ്യാം, ഡൈവേഴ്സിഫിക്കേഷൻ നടക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി 50 ETF. നിപ്പോണിന്റെ ഒരു ETF പേരാണ്, ഒരുപാട് ETF ഉണ്ട്, ഒരു പേരാണിത് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി 50 ETF. ഈ പറഞ്ഞ ETF നിഫ്റ്റി 50 നിപ്പോൺ ഇന്ത്യ ETF ഫണ്ട് ഉണ്ടാവല് നിഫ്റ്റി 50 കമ്പനികളാണ്. അപ്പൊ അത്രയും കമ്പനിയിലേക്ക് അത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല സെൻസസ് ഓരോ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഒരു 50 അല്ലെങ്കിൽ 10 to 15% എങ്കിലും റിട്ടേൺ തരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഫണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, അത് റിട്ടേൺ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. മാത്രമല്ല ആ രീതിയിൽ റിസ്ക് ഫ്രീ ആണ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രേഡ് ചെയ്ത് ഒഴിവാക്കാനോ പർച്ചേസ് ചെയ്യാനോ പറ്റും. അങ്ങനെ ക്യാരക്ടർ ഉണ്ട്. രണ്ടാമത്തത് ഡെപ്റ്റ് ETF എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ബോണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നതിലൊക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ പറഞ്ഞ ഡെപ്റ്റ് ETF പൂൾ ഉണ്ടാവുക. പിന്നെ ബോണ്ട് ഇൻഡെക്സുകൾ ഉണ്ട്, GSEC ഇൻഡെക്സ് ഒക്കെ ഉണ്ട്, ഗിൽറ്റഡ് സെക്യൂരിറ്റി ഇൻഡെക്സുകൾ. അതനുസരിച്ച് അതേ പ്രൊപ്പോർഷനിൽ ഈ ഫണ്ടുകൾക്ക് എന്ത് ചെയ്യാം, ഗ്രോത്ത് സംഭവിക്കും. ഇക്വിറ്റിയേക്കാൾ സേഫ് ആണ് ഡെപ്റ്റ് ETF, ഇക്വിറ്റി ETF സേഫ് ആണ് ഡെപ്റ്റ് ETF. അത്രയല്ല, ഫിക്സ്ഡ് ഇൻകം ആയതുകൊണ്ട് തന്നെ സ്റ്റേബിൾ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റും. ഇപ്പൊ ഭാരത് ബോണ്ട് ETF ഒക്കെ എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ കാര്യമൊന്നുമില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, എക്സാമ്പിൾ ഒന്നും ചോദിച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ള ഒരു കാറ്റഗറി ഗോൾഡ് ETF ആണ്. അപ്പം ഗോൾഡ് ETF എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിംഗ് ഗോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് ബാക്ക്ഡ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. ഇപ്പൊ ഗോൾഡിന്റെ വിലയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഈ ഗോൾഡ് ETF എന്ത് ചെയ്യും, വിലയിൽ മാറ്റം വരും. ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് കയറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഗോൾഡ് ETF എന്ത് ചെയ്യും, അത് കയറുക തന്നെ ചെയ്യും. അപ്പോൾ ഈച്ച് യൂണിറ്റ് യൂഷ്വലി ഈക്വൽ ടു 1 gram ഓഫ് ഗോൾഡ്. ഇപ്പോൾ വാല്യൂ മൂവ്സ് വിത്ത് ദി ഗോൾഡ് പ്രൈസ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഗോൾഡ് ETF വാങ്ങിയിട്ടാൽ മതി. ഗോൾഡിന് ഇപ്പം റീസെന്റ് ആയിട്ട് ഓരോ വർഷം 25% കയറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് ETF എന്ത് ചെയ്യും, കയറും. ഇപ്പോൾ ഗോൾഡിനേക്കാൾ മെച്ചം ഗോൾഡ് ETF തന്നെയാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റും. ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് ആകുമ്പോൾ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് കുറച്ച് പ്രയാസങ്ങൾ എഴുത്തേക്കാം, വിലയിൽ മാറ്റം ഉണ്ടാവും, വാങ്ങിയ വില പിന്നീട് കിട്ടാറില്ല. അപ്പോൾ ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ഗെയിൻ എക്സ്പോഷർ ടു ഗോൾഡ് വിത്തൗട്ട് ഫിസിക്കലി ഹോൾഡിംഗ് ഇറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SBI ഗോൾഡ് ETF. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇക്വിറ്റി ETF
സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെപ്റ്റ് ETF ബോണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഗോൾഡ് ETF ഇൻവെസ്റ്റ് ഇൻ ഗോൾഡും ആയിരിക്കും. അപ്പോൾ ഇതൊരു മോഡേൺ ഫണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ വരും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന കാറ്റഗറി ആയിട്ട് പിന്നെ അതർ മോഡേൺ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മോഡേൺ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നതിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് പറയുമ്പോൾ യൂണിറ്റ്സുകളാണ്. നേരത്തെ പറഞ്ഞ ഒരു പൂൾ ഫണ്ടാണ്. A mutual fund pool saving from many investors and invest in portfolio of securities. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എവിടെയൊക്കെ ആവാം, ഇക്വിറ്റി ആവാം, ഡെപ്റ്റ് ആവാം, ഹൈബ്രിഡ് ആവാം, എല്ലാം കൂടെ ആവാം. അതാണ് ഹൈബ്രിഡ് ഉദ്ദേശിച്ചത്. ഇക്വിറ്റി ഡെപ്റ്റിന്റെ മിക്സ് ആവാം. അപ്പോൾ ഇക്വിറ്റി തന്നെ ലാർജ് ക്യാപ്പ് ആവാം, മിഡ് ക്യാപ്പ് കമ്പനികളാവാം, സ്മോൾ ക്യാപ്പ് കമ്പനികളാവാം, അതിൽ തന്നെ ചിലപ്പോൾ ലാർജ് ക്യാപ്പിൽ IT കമ്പനികളാവാം. അങ്ങനെ പലതരം ഇക്വിറ്റി എന്തുണ്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതേപോലെ ഡെപ്റ്റുകൾക്കും ഉണ്ടാകും. ഇതിന് മിക്സ് ആയ ഹൈബ്രിഡിനും ഉണ്ടാകും. ഇപ്പോൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകളുണ്ട്. ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പല ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത വലുതും ചെറുതുമായ ഫണ്ടുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയൊരു ഫണ്ടാക്കിയിട്ട് അതാണ് ഈ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. അവർ കമ്പനിയിൽ റിസ്ക് കുറവാണെന്ന് പറയാം മ്യൂച്വൽ ഫണ്ടിന്. കാരണം അവർ പ്രൊഫഷണൽ മാനേജേഴ്സ് ആയിരിക്കും. അവർ കറക്റ്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കിയിട്ട് അവർ ചാർജും കമ്മീഷനും കഴിച്ചിട്ട് അത് എന്ത് ചെയ്യാറുണ്ട്, റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകാറുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ബൈ പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ആണ്. അവരുടെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ടാവും, AMC ഉണ്ടാവും. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകൾ സെബിക്ക് അണ്ടറിലാണ്, സെബിയുടെ നിയന്ത്രണത്തിന് വിധേയമാണ്. ടൈപ്സ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, സെക്ടേർഡ് അല്ലെങ്കിൽ തെമാറ്റിക് ഫണ്ട്സ്, സെക്ടർ വൈസ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഫാർമ കമ്പനികൾക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാകാം. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ബെനിഫിറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് നടക്കുന്നുണ്ട്. അക്സസിബിലിറ്റി ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മാർക്കറ്റിനെ കുറിച്ച് അറിവുണ്ടാവുന്നില്ല. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോൾ ബൈ എപ്പോൾ സെല്ല്, ഏത് സെക്ടറിൽ ഏത് കമ്പനിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് വാങ്ങാനും വിൽക്കാനും അറിവില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നല്ല ഒരു സ്കീമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. പലപ്പോഴും ചിലപ്പോൾ ക്ലിയർ ആവാത്തൊരു പോയിന്റ് ആയിരിക്കാം. സെക്യൂരിറ്റൈസ്ഡ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റഡ് ബൈ പൂളിംഗ് ലിക്വിഡിറ്റി അസറ്റ്. ഇപ്പോൾ ലോണ്, മോർട്ടിഗേജ്, റിസീവബിൾ. ലോണ് പോലുള്ള തന്നെയാണ് മോർട്ടിഗേജസ് അല്ലെങ്കിൽ റിസീവബിൾസ്. ഇപ്പോൾ ഒരു ബാങ്ക് ലോൺ കൊടുത്ത് 15 വർഷത്തേക്ക് ഒരു ഹൗസ് ലോണാണ് കൊടുത്തത്. അപ്പോൾ അത്രയും വലിയ സംഖ്യ, ഒരു 10-50 ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സംഖ്യ പിന്നെ റിട്ടേൺ തിരിച്ചടവ് വന്ന് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ 15 വർഷം കഴിയണം. അപ്പോൾ അത്രയും കാലം ആ ബാങ്കിന് ആ ഫണ്ടില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് അവരെന്ത് ചെയ്യും, അതൊക്കെ എല്ലാം പാട് കൂട്ടിയിട്ട് സെക്യൂരിറ്റൈസ് ചെയ്യും. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് നൽകും. പിന്നെ ആ ഫണ്ടിലേക്ക് വരുന്ന ഓരോ റിട്ടേൺ അതേ പ്രൊപ്പോർഷനിൽ ആർക്ക് കൊടുക്കും, ആ ഫണ്ട് വാങ്ങിയ ആളുകൾക്ക് കൊടുക്കും. ഇപ്പോൾ ബാങ്കിന് ഒറ്റയടിക്ക് എന്ത് കിട്ടി, അവർ 15 വർഷത്തേക്ക് കൊടുത്ത ലോൺ ഒറ്റയടിക്ക് കിട്ടുകയും ചെയ്ത്. പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക്, ആ സെക്യൂർ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ആ പറഞ്ഞ പ്രൊപ്പോർഷനിൽ അതിന്റെ EMIന്റെ ഒരു ഭാഗം ഇവർക്കും കിട്ടും. അപ്പോൾ ഇത് കുട്ടികൾക്കും എന്താണ് മെച്ചാണ്. സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റഡ് ബൈ പൂളിംഗ് ലിക്വിഡ് അസറ്റ്സ്. നോർമലി ലോണുകളുടെ പൂളാണ് ഉണ്ടാവാറ്, അല്ലെങ്കിൽ മോർട്ടിഗേജ് ആവാം, അല്ലെങ്കിൽ കിട്ടാനുള്ള പൈസ റിസീവബിൾസ് ആവാം. അതൊക്കെ പാടെ കൂട്ടിയിട്ട് ആ വലിയൊരു പൂളെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, അതൊരു മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനാണ് സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യാം, ആ മാർക്കറ്റബിൾ സെക്യൂരിറ്റി മാർക്കറ്റിൽ സെല്ല് ചെയ്യാം. അങ്ങനെ ആ പോർഷൻ ആര് വാങ്ങും, ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്ത ആളുകൾക്ക് അത്രയും വലിയ ലോൺ എമൗണ്ട് ഈക്വൽ ആയിട്ടുള്ള ഫണ്ട് തിരിച്ച് കിട്ടുകയും ചെയ്ത് ആ ലോൺ എടുത്തു പോയ ആളുകൾ തിരിച്ചടവ് ഉണ്ടാവും, അവർ ഇൻട്രസ്റ്റ്. അതിൻ്റെ ഒരു ഭാഗം പ്രപ്പോർഷൻ ആർക്കുള്ളതാണ്, പിന്നെ ഈ ഫണ്ട് വാങ്ങിയവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യത്യസ്ത ടൈപ്സ് ഉണ്ട്. അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഉണ്ട്, ABS എന്ന് പറയുമ്പോഴും ബാക്ക്ഡ് ബൈ റിസീവബിൾ സച്ച് ആസ് ഓട്ടോ ലോൺ, ക്രെഡിറ്റ് കാർഡ് ഡ്യൂ. അത്തരം ബാക്ക് ചെയ്ത അസറ്റ് ആയിരിക്കും അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ആണ് ABS. മറ്റൊന്നുള്ളത് മോർട്ടിഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ആണ് MBS എന്ന് പറയുമ്പോൾ മോർട്ടിഗേജ് ആണ് ബാക്ക് ചെയ്യുക, ബാക്ക്ഡ് ബൈ ഹൗസിംഗ് ലോൺ. പർപ്പസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ലെൻഡേഴ്സ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 15 വർഷം 20 വർഷം അത്രയും ലോക്കായി കിടക്കണം ഫണ്ട്, ഒന്നും കിട്ടാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ്, അവർക്കൊരു ലിക്വിഡിറ്റി കിട്ടും.
മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ട് റിസ്ക് എമം ഇൻവെസ്റ്റേഴ്സ്. അത് പല ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തതാണ്. അവർക്ക് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ റിസ്ക് എന്താണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചാനൽസ് ഫണ്ട് ഇൻ ടു ഹൗസിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്യൂമർ ഫിനാൻസ്. പിന്നെ ഒന്നുള്ളത് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ്. വേറെ കാറ്റഗറി DR ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണിത്. ദേ അലൗ ഇന്ത്യൻ കമ്പനീസ് ടു റേസ് ഫണ്ട് ഫ്രം ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ഇൻ ഫോറിൻ മാർക്കറ്റ്. ഇന്ത്യൻ കമ്പനികൾക്ക് നിലവിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം, BSE NSE എക്സ്ചേഞ്ചുകളിൽ. ഇനി അതല്ല, ഫണ്ട് മതിയാവാതെ വരുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാം. ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യൻ റുപ്പിയിലല്ല ലിസ്റ്റ് ചെയ്യുക, അതത് നാട്ടിലെ കറൻസിയിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കറൻസിയിൽ ഒരു ഫോറിൻ കമ്പനിയിൽ എന്ത് കിട്ടും, എക്സ്പോഷർ കിട്ടും. അതിനാണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയാം. വീണ്ടും പറയുന്നു, ഇഷ്യൂഡ് ബൈ ഓവർസീസ് ബാങ്ക്സ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ കമ്പനി ഷെയർസ് ഹെൽഡ് ഇൻ ഇന്ത്യ. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഇൻഫോസിസ് കമ്പനി എന്താണ് NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. US ഇൻഡിവിജ്വൽസിന് വേണമെങ്കിൽ അതിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ കമ്പനിയിൽ അവരുടെ കറൻസിയിൽ, കാരണം അവിടെ കറൻസി റിസ്ക് അവർക്ക് ബാധകമല്ല, ആ രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ത്യൻ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാനും പറ്റും. ഇതിനെയാണ് എന്ത് പറയല്, ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയാം. DR എന്നും ചുരുക്കി പറയാറുണ്ട്. പിന്നെ ഇഷ്യൂഡ് രണ്ട് തരം മെയിനായിട്ട് ഡെപ്പോസിറ്റ് DRകളുണ്ട്. ഒന്ന് ADR ഉണ്ട്, GDR ഉണ്ട്. അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനിയാണ്. എവിടെയായിരിക്കും, അമേരിക്കൻ ഡെപ്പോസിറ്ററി ആകുമ്പോൾ US ഫിനാൻഷ്യൽ മാർക്കറ്റ് ആവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിനോമിനേഷൻ എന്തായിരിക്കും, USD ആയിരിക്കും, US ഡോളർ ആവും. അത് ഏത് ട്രേഡ് ചെയ്യാം, US മാർക്കറ്റുകളായ NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാസ്ഡാക്ക് പോലുള്ള എക്സ്ചേഞ്ചുകളാണ് അത് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യപ്പെടുക. അത്തരം മാർക്കറ്റിന് അവിടുത്തെ ആളുകൾക്ക് USD എന്ന കറൻസിയിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇത്തരം ഷെയറുകൾ, ഇന്ത്യൻ കമ്പനി ഷെയറുകൾ വാങ്ങാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫോസിസ്, ICICI ബാങ്ക്, വിപ്രോ ഇവയെല്ലാം ADR ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കമ്പനികൾക്ക് ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ഫോറിൻ കറൻസിയിലൂടെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് എന്ത്, ADR. GDRും അതേപോലെ തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, കറൻസി മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഉണ്ടാവും, രാജ്യമാറ്റം ഉണ്ടാവും. അപ്പോൾ അമേരിക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ മാർക്കറ്റിനെ പറഞ്ഞ പേരാണെന്ത്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, GDR. ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് അതർ ദാൻ US. അതായത് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റോ ലക്സംബർഗ് സ്റ്റോക്ക് മാർക്കറ്റോ പോലുള്ള അമേരിക്ക ഒഴികെയുള്ള മാർക്കറ്റുകൾ. അമേരിക്കൻ മാർക്കറ്റ് ആകുമ്പോൾ അത് ADR ആവും, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആവും. അത് ഒഴികെ എന്ന് പറയുമ്പോൾ GDR ആവും. ബാക്കിയുള്ള എല്ലാ ഇന്റർനാഷണൽ മാർക്കറ്റും GDRന്റെ പരിധിയിൽ വരും. ഇവിടെ തീർച്ചയായിട്ടും ഫോറിൻ കറൻസി ഡിനോമിനേഷൻ ഉണ്ടാവുക. അത് USD ആവാം, യൂറോ കറൻസി ആവാം, പിന്നെ GBP ആവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, RIL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ഇവർക്കൊക്കെ എന്തുണ്ട്, ഓൾറെഡി GDR ഉണ്ട്. ഈ പറഞ്ഞ കമ്പനികൾ ഈ പറഞ്ഞ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ടാകാം, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് ആ കറൻസിയിൽ വെച്ചിട്ട് അവരുടെ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്ത്യൻ കമ്പനിയെ സംബന്ധിച്ചോളം ആ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ കമ്പനിയിൽ എക്സ്പോഷർ കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ എന്താ ബെനിഫിറ്റ്, ADR GDRന്റെ പ്രൊവൈഡ് ആക്സസ് ടു ഇന്റർനാഷണൽ ക്യാപിറ്റൽ. ഫോറിൻ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻഹാൻസ് ഗ്ലോബൽ വിസിബിലിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം NSE BSE മാർക്കറ്റിൽ മാത്രമല്ല, ഫോറിൻ മാർക്കറ്റിലും കൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണെന്ന് അറിയുമ്പോൾ അതിന് ഗ്ലോബൽ എക്സ്പോഷർ കിട്ടും, ഗ്ലോബൽ വിസിബിലിറ്റി കിട്ടും, ഒരു റെപ്യൂട്ടേഷൻ ഇമേജിനെ ബാധിക്കും, പോസിറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അലോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ ഫേംസ് വിത്തൗട്ട് എൻ്ററിങ് ഇന്ത്യൻ മാർക്കറ്റ് ഡയറക്റ്റ്ലി. ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാതെ തന്നെ ഇന്ത്യൻ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ സ്വന്തം കറൻസി റിസ്ക് ഇല്ലാതെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു കറൻസി റിസ്ക് ഇല്ലാതെ ഫോറിൻ എക്സ്പോഷർ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കൺക്ലൂഡ് ചെയ്യാം. ETF എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വൽ ഫണ്ടിനെ പോലെയാണ്.
അത് സ്റ്റോക്കുകളാവാം, അതെന്താണ് എക്സ്ചേഞ്ച് ട്രേഡ് ആണ്, ട്രേഡബിൾ ആണ്, ലോ കോസ്റ്റിൽ. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ഫണ്ട് പൂളാണ്, പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട്, അവിടെ AMC ഉണ്ട്. സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റൈസ് ചെയ്യാണ്, എന്ത് ലോണ്, റിസീവബിൾസ്. ആ വലിയ കിട്ടാനുള്ള ലോണിനെ ഒരു ഫണ്ടാക്കി മാറ്റിയിട്ട് സെക്യൂരിറ്റൈസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, പിന്നെ ട്രേഡ് ചെയ്യപ്പെടും. അങ്ങനെ അത് കിട്ടാനുള്ള ബാങ്കിന് എന്ത് ചെയ്യാൻ, ആ ഫണ്ട് ഷോർട്ടേജ് നികത്താൻ പറ്റും. കുറെ കാലം കൂടി കിട്ടേണ്ട ലോൺ എമൗണ്ടുകൾ ഒറ്റയടി കിട്ടാനും, അത് വാങ്ങിയ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. അതാണ് സെക്യൂരിറ്റൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ADR ആവാം, GDR ആവാം. അമേരിക്കൻ മാർക്കറ്റിൽ, അതായത് NYSE, നാസ്ഡാക്ക് പോലുള്ള മാർക്കറ്റിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യൻ കമ്പനി ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനി USDയിലാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഫോറിൻ എക്സ്പോഷർ ഇന്ത്യൻ കമ്പനിക്ക് കിട്ടും. അമേരിക്കൻ ഇൻവെസ്റ്റർക്ക് ഒരു ഇന്ത്യൻ കമ്പനിയിൽ US കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ADR തമ്മിൽ ഒറ്റ മാറ്റമുള്ളൂ. അമേരിക്ക ഒഴികെയുള്ള ബാക്കി മാർക്കറ്റൊക്കെ എന്താണ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ്, ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ലോങ് ടേം ആണ്, ലോങ് ടേം നാച്ചർ ആണ്. പിന്നെ മണി മാർക്കറ്റിനെ പോലെയല്ല. പിന്നെ മൊബിലൈസ് സേവിങ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊഡക്റ്റീവ് അസറ്റ്സ്, സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നു, അത് ചാനലൈസ് ചെയ്യുന്നു പ്രൊഡക്റ്റീവ് ഏരിയയിലേക്ക്, അങ്ങനെ റിട്ടേൺ ഉണ്ടാക്കുന്നു. ഹൈ റിസ്ക് കമ്പയർഡ് ടു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. മണി മാർക്കറ്റുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹൈ റിസ്ക് ആണ്, കാരണം ഇവിടെ ഇക്വിറ്റി വരുന്നുണ്ട്. അതിന്റെ ഫ്യൂച്ചർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി അല്ല, ഡെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും. പിന്നെ പ്രൊവൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അതിനെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ട്രേഡബിൾ ETF എടുക്കുകയാണെങ്കിൽ പോലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഏത് സമയത്തും, മാർക്കറ്റ് ഡേയിൽ മാർക്കറ്റ് ഹവറിൽ അത് ട്രേഡ് ചെയ്യാം. ആ രീതിയിൽ ക്യാഷ് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് ലിക്വിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹൈ ലിക്വിഡിറ്റി ആണ്. പിന്നെ അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ആരാണ്, RBI ആണ്. സെക്യൂരിറ്റി ആണെങ്കിൽ RBI റെഗുലേറ്റ് ചെയ്യപ്പെടും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബോണ്ട്, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് ആണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യല് RBI ആണ്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് RBI ആണ്. സർക്കാരാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പോലും അത് അവർക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഇത് പ്രൊവൈഡ് ലോങ് ടേം ഫണ്ട്. തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളൊക്കെ എന്താണ്, ലോങ് ടേം ആണ്. കോർപ്പറേറ്റുകൾ ഫണ്ട് റൈസ് ചെയ്യാൻ, ലോങ് ടേമിലേക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. എൻകറേജ് സേവിങ്, അത് തീർച്ചയായിട്ടും സേവിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. ആ സേവിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഈ പറഞ്ഞ എക്കണോമിയിലേക്ക് വരുന്നുണ്ട്. ആ എക്കണോമിയിൽ അത് ഫണ്ട് റൈസ് ചെയ്യപ്പെടുന്നുണ്ട്, ക്യാഷ് ഫ്ലോ കൂട്ടുന്നുണ്ട്, അതിന് റിട്ടേൺ കിട്ടുന്നുണ്ട് ഇൻവെസ്റ്റർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഒരു എക്കണോമിക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. പ്രൊവൈഡ് അവന്യൂ ഫോർ റിസ്ക് മാനേജ്മെന്റ് ത്രൂ ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. സ്പെക്കുലേറ്റേഴ്സിനും വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാൻ, പൈസ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ഒരു റിസ്ക് മാനേജ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടും ഉപയോഗിക്കാം. ഫെസിലിറ്റേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ADR, GDR. ഫോറിൻ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ എക്സ്പോഷർ ഉണ്ടാക്കാൻ പറ്റും ADR-ലൂടെയും GDR-ലൂടെയും, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റിലൂടെയും ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റിലൂടെയും. സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റത്തെ, ഇന്ത്യൻ എക്കണോമി അത് സ്ട്രെങ്തൻ ചെയ്യും. ഇന്ത്യൻ കമ്പനി കോർപ്പറേറ്റുകൾക്ക് അത് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് അത് വർക്ക് ചെയ്യും. ഇത്രയാണ് നമ്മളെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ഇൻസ്ട്രുമെന്റ് എന്ന ഭാഗത്ത് നമുക്ക് പറയേണ്ടത്. ആദ്യ ക്ലാസ്സിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് പറഞ്ഞതിനാൽ ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എല്ലാ ഇൻസ്ട്രുമെന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യന് തുടർന്നും അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.